ഹലോ. അപ്പോൾ ആഫ്റ്റർ ലോങ് ടൈം നമുക്കിന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ കാണാം. അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു വ്ളോഗ് എടുക്കാൻ ശ്രമിച്ചതാണ്. ഇന്ന് എനിക്ക് ഒരു 3 ബ്രൈഡ്സ് ഉണ്ട്, ബ്രൈഡ്സ് അല്ല, ഒരു 3 വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ആ ഡേ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കാം. അപ്പോൾ രാവിലെ 4:30 തന്നെ ഞാൻ എണ്ണീറ്റു. അപ്പോൾ ഫസ്റ്റ് ക്ലയൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഗസ്റ്റ് മേക്കപ്പ് ആയിരുന്നു വേണ്ടത്. അപ്പം അവൾക്ക് 6:30 ആകുമ്പോൾ റെഡി ആവണമെന്ന് പറഞ്ഞുകൊണ്ട് 4:30 തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീമിയം ഗസ്റ്റ് ലുക്ക് ആണ് ആൾ ബുക്ക് ചെയ്തിരുന്നത്. അത് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തു. ഒരു ഗ്ലാസ് സ്കിൻ ലുക്കായിരുന്നു പുള്ളിക്കാരി പ്രിഫർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾക്കും ഒത്തിരി ഇഷ്ടമായി, എനിക്കും പേഴ്സണലി ഒത്തിരി ഇഷ്ടമായ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷൊക്കെ ആയിട്ടാണ് ആൾ പറഞ്ഞത്. അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റി. പിന്നെ ഹെയർ സ്റ്റൈലും സിമ്പിളായിട്ട് ആൾ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അപ്പം നമ്മൾ കറക്റ്റ് സമയത്തിന് റെഡിയാക്കി ആൾക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ആദ്യത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു. എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉറങ്ങിയാൽ പറ്റത്തില്ല, കാരണം അടുത്ത വർക്കിന് പോകണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ബ്രഷസൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ ഞാൻ ബ്രഷ് ക്ലീൻ ചെയ്യാനിരുന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ പക്ഷേ സാരമില്ല, ഞാൻ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തത്. കാരണം നമുക്ക് അടുത്ത വർക്കിന് പോകാനുള്ള എനർജി വേണമല്ലോ. അങ്ങനെ ഞാൻ ബ്രഷൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി. ഞാൻ തല കുളിച്ചില്ല, കാരണം ഞാൻ തലേദിവസം രാത്രി 11 മണിക്കാണ് തല കുളിച്ചത്. അപ്പോൾ അത് നേരെ ഉണങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ രാവിലെ കുളിക്കാൻ നിന്നില്ല, ജസ്റ്റ് മെയിൽ മാത്രം കഴുകി ഒന്ന് പെട്ടെന്ന് റെഡിയായി, കാരണം നമുക്ക് പോകാനുള്ള സമയമായിട്ടോ. അങ്ങനെ ഞാൻ വേഗം റെഡിയായി. എൻ്റെ അച്ഛനാണ് കേട്ടോ ഇന്ന് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളിതേ പോയി അവിടെ എത്തിയായിരുന്നു. നമ്മുടെ ബ്രൈഡിൻ്റെ ഒരു കസിൻ സിസ്റ്ററും കൂട്ടിയിട്ടാണ് വന്ന് നമ്മൾ പിക്ക് ചെയ്ത്. അങ്ങനെ അവരിൽ 2-3 സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പുറകെ വലിയ ബാഗൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ബ്രൈഡ്. ശ്രുതി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ശ്രുതി എൻ്റെ കൂടെ 1st to 4th വരെ ഒരുമിച്ച് പഠിച്ചൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. HD ലുക്കാണ് കേട്ടോ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഐ ലുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഐ മേക്കപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ബേസ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ബേസ് ചെയ്തതിന് ശേഷം ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ചിലപ്പോൾ ഗ്ലിറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബേസിലേക്ക് വീണ് ബേസ് സ്പോയിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ബേസിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ കംഫർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫേസ് മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഹെയർ സ്റ്റൈലിലോട്ട് പോവാണ്. ഹെയർ സ്റ്റൈലും ആളുടെ ഫേസിന് ചേരുന്ന രീതിയിൽ 2-3 സ്റ്റൈലൊക്കെ കാണിച്ച് കൊടുത്തിട്ട് ആൾ ചൂസ് ചെയ്തൊരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ. അവളുടെ കസിൻസിനൊക്കെ വീഡിയോ കോൾ ചെയ്ത് വിളിച്ച് കാണിച്ച് കൊടുക്കായിരുന്നു കേട്ടോ മേക്കപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന്. ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അവളുടെ കസിൻസും മമ്മിക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് അടുത്ത വർക്കിന് വേണ്ടിയിട്ടുള്ള ബ്രഷസൊക്കെ ക്ലീൻ ചെയ്യാണ്. കാരണം അടുത്ത വർക്കിന് നമുക്ക് ഉടനെ പോകണം, വീട്ടിൽ പോയിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് കിട്ടിയ സമയത്ത് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ബ്രഷസൊക്കെ ക്ലീൻ ചെയ്യാണ്. കാര്യമായിട്ട് കഴിക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഒരു കിൻഡർ ജോയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് പോയത്, തൽക്കാലം വിശപ്പിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd ബ്രൈഡ് എന്ന് പറയുന്നത്. ശിവാനി എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ശിവാനിയുടെ പ്രീ വെഡ്ഡിങ് ഡേ ആണെന്ന്. അപ്പം വീട്ടിൽ വെച്ചുള്ള ഒരു കുഞ്ഞ് ഫംഗ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് മതി, ഓവറായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ബേസും ഹെയറും എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തത്, കാരണം വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ആൾക്ക് എക്സ്റ്റൻഷനൊന്നും യൂസ് ചെയ്തില്ല, ഓൺ ഹെയറിൽ തന്നെയാണ് ചെയ്തത്. പിന്നെ ഓർണമെൻറ്റ്സ് ആയാലും ഡ്രസ്സായാലും ഭയങ്കര സിമ്പിളായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ളൊരു മേക്കപ്പാണ് കൊടുത്തത്. ഇതാണ് ഡേ ലൈറ്റിൽ വരുന്നൊരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറയുക. പിന്നെ ഇന്നത്തെ ചെയ്ത 3 വർക്കിലും നിങ്ങൾക്ക് ഏതാണ് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്യരുത്, കിട്ടില്ല. ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ വർക്ക് എന്തായാലും കഴിഞ്ഞു. നമ്മുടെ സ്റ്റെയിനൊക്കെ കണ്ടോ, നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ സ്റ്റെയിന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ എത്തിയപ്പം എനിക്ക് അസാധ്യമായ കൈവേദന, കാരണം എനിക്ക് എല്ലാ വർക്ക് കഴിഞ്ഞ് വന്നാലൊരു കൈവേദന അല്ലെങ്കിൽ കയ്യിൽ നീര് മസ്റ്റാണ്. അപ്പോൾ എൻ്റെ അമ്മ ഇരുന്ന് എനിക്ക് ഓയിലൊക്കെ ഇട്ട് തടവി തരുന്നുണ്ട്, കാരണം നാളെ നമുക്ക് എണീറ്റ് വർക്കിന് പോകണം. അപ്പോൾ നാളത്തെ വർക്കായിട്ട് ഞാൻ ഷോർട്സിൽ വരുന്നതായിരിക്കും, കാരണം ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.